റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചാരിറ്റിയുടെ മറവിൽ വൻ തട്ടിപ്പാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. വ്യാജ QR കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ്. ഷമീർ കുന്നമംഗലം, ഫിറോസ് കുന്നംപറമ്പിൽ എന്നിവരുടെ വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. അതായത് യഥാർത്ഥ വീഡിയോ ഡൗൺലോഡ് ചെയ്ത വ്യാജ QR കോഡും ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തട്ടിപ്പ്. 100-ലധികം വീഡിയോകളാണ് തട്ടിപ്പിന് ഉപയോഗിച്ചത്. ഷമീർ കുന്നമംഗലം ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചാരിറ്റി വീഡിയോകളിൽ വെക്കുന്ന ഒറിജിനൽ ബാങ്ക് അക്കൗണ്ടുകൾക്ക് പകരമായി വ്യാജ QR കോഡുകളും ഗൂഗിൾ പേ അക്കൗണ്ടുകളും ബാങ്ക് അക്കൗണ്ടുകളും വെച്ച് നടത്തുന്ന ഈ വലിയ തട്ടിപ്പിനെതിരെ, സ്കാമിനെതിരെ ഇന്ന് കേരളത്തിന്റെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നിവേദനം കൃത്യമായി സമർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് DGPയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തും എന്നുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള കാരുണ്യ മനസ്സുകളെ തട്ടിപ്പിനിരയാക്കുന്ന, അവരുടെ കാരുണ്യ മനസ്സിനെ കബളിപ്പിക്കുന്ന വ്യാജ അക്കൗണ്ടുകൾ വെച്ച് ഇത്തരം നടത്തുന്ന തട്ടിപ്പുകളെ പുറത്തു കൊണ്ടുവരാനുള്ള വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഷഹദ, ഈ ഷമീർ കുന്നമംഗലം അതോടൊപ്പം ഈ ഫിറോസ് കുന്നംപറമ്പിൽ ഇവരുടെ ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഈ ചാരിറ്റി വീഡിയോസ് നമ്മൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പലപ്പോഴും കണ്ട സമയത്ത് മനസ്സിൽ ചിന്തിച്ചിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ വേണമെങ്കിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടല്ലോ എന്ന്. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായി ഇത്തരത്തിൽ തട്ടിപ്പ് ദുരുപയോഗം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഈ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയിട്ടുണ്ടാവില്ലേ ഷഹദ? പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഷിഹാസ, കാരണം ഇത് ഇതര സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. ഫിറോസ് കുന്നംപറമ്പിൽ ഒപ്പം തന്നെ ഈ ഷമീർ കുന്നമംഗലം, ഈ 2 പേരുടെയും വീഡിയോകളാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പിനായിട്ട് ഉപയോഗിക്കുന്നത്. തുടർന്ന് ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള അക്കൗണ്ടുകൾ ഈ വീഡിയോക്ക് മുകളിൽ എഡിറ്റ് ചെയ്ത് കയറ്റുകയാണ്. പിന്നീട് അത് പ്രചരിപ്പിക്കുന്നു. അതുവഴി ഇത്തരത്തിലുള്ള ആളുകൾ, തട്ടിപ്പ് നടത്തുന്ന ആളുകൾ പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇവരുടെ വീഡിയോയുടെ ഒരു സ്വഭാവം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കുന്ന, ചികിത്സ ആവശ്യമുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സഹായം അഭ്യർത്ഥിച്ച് ഇവർ വരുന്നത്. അതുവഴി അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ തുക ലഭിക്കുകയും എന്താണോ അസുഖം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചികിത്സയാണോ വേണ്ടത് അത് നടത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ ആളുകൾ തട്ടിപ്പ് നടത്താൻ തുനിയുന്ന ഘട്ടത്തിൽ അത് മറ്റുള്ള ആളുകൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയണം. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ബംഗാൾ, ഹരിയാന, ഛത്തീസ്ഗഡ്, ഒറീസ ഈ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ പേരുകളിൽ അല്ലെങ്കിൽ അവരുടെ ആധാർ കാർഡ് ഉപയോഗിച്ച ഇത്തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിക്കുകയും ആ അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിൽ പണം സമ്പാദിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് ഷമീർ കുന്നമംഗലം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ യാതൊരുവിധ നടപടിയും അന്ന് ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ പണം സ്വരൂപിക്കുകയും ചികിത്സാ സഹായത്തിന് ആവശ്യമായി പണം ലഭിക്കുകയും ചെയ്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്ത നിരവധി ആളുകളെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, ആ ആളുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം ചികിത്സ ലഭിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും അവരുടെ ആ വീഡിയോയുടെ മറവിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നു. മാത്രവുമല്ല, ആ നമ്പറുകളിൽ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അത് ഹിന്ദിയിലും തമിഴിലും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഏകദേശം 100ഓളം വീഡിയോകളാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല. ആളുകൾ സുമനസ് കാണിച്ച ഇത്തരത്തിൽ ചികിത്സാ സഹായത്തിനായി പണം നൽകുന്നത് ദുരുപയോഗം ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകളാണ്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ ഷമീർ കുന്നമംഗലം പരാതി നൽകിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മലയാളികൾ ഉദാര മനസ്കരാണ്, നല്ല മനസ്സുടമകളാണ്. അർഹതയുള്ള ആളുകൾക്ക് കൈമെയ് മറന്ന് വാരിക്കോരി സഹായം നൽകാൻ മലയാളികൾക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ അത്തരത്തിൽ അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട സഹായം കൂടിയാണ് ഈ തട്ടിപ്പ് സംഘം ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഗൗരവത്തിലുള്ള അന്വേഷണം തന്നെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇനി മുന്നോട്ട് നമ്മൾ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആധികാരികത ഉറപ്പാക്കിക്കൊണ്ട് മാത്രം ആ സഹായങ്ങൾ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക.